ഹലോ, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെഷീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെഷീൻ ക്ലീൻ ചെയ്യുന്നതിൻ്റെ കാര്യം. എനിക്ക് കുറച്ച് ദിവസമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ടൈറ്റ് പോലെയും നൂലിടക്കിടക്കെ പൊട്ടിക്കൊണ്ടിരിക്കുക അങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തയ്ക്കണ തിരക്ക് കാരണം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയി. അപ്പോൾ എനിക്ക് പറ്റിയൊരു ബ്രഷ് ഉണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയപ്പോൾ വാങ്ങിച്ച് ആ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം മേലെ ഭാഗമാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം തന്നെ ചെറിയ ചെറിയ ഈ നൂലിൻ്റെ പൊടികൾ ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഫസ്റ്റിലത്തെ സൈഡ് ക്ലീൻ ചെയ്യുമായിരുന്നു. പിന്നെ അത് ആ സൈഡെല്ലാം ക്ലീൻ ചെയ്യുമ്പം ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എണ്ണേൻ്റെ ഇതുണ്ടായിരുന്നു. ബ്രഷ് അപ്പോൾ ഒരു ഒട്ടിയ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തുണിയിൽ ബ്രഷ് തുടച്ചാണ് ഞാനത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ പ്രഷർ ഫ്ലൂട്ടിൻ്റെ ഭാഗം അഴിക്കാൻ തുടങ്ങി. അവിടെ 2 സ്ക്രൂ ഉണ്ട്. 2 സ്ക്രൂ ഇളക്കിയിട്ട് അത് അഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിലാണ് എനിക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. നൂല് പൊട്ടുന്നതൊക്കെ തുറന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ ഭയങ്കരം കച്ചറയായിരുന്നു അതിൻ്റെ പ്ലീറ്റ് പോലത്തെ സാധനത്തിനകത്ത്. പിന്നെ പ്രഷർ ഫ്ലൂട്ട് അഴിച്ച് മാറ്റി. എന്നിട്ട് പ്രഷർ ഫ്ലൂട്ട് അഴിച്ച് മാറ്റിയാൽ എനിക്കത് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ പ്രഷർ ഫ്ലൂട്ട് അഴിച്ച് മാറ്റിയിട്ട് അത് ചെറുങ്ങനെ പൊന്തിച്ചിട്ട് ആ ഭാഗം അങ്ങോട്ട് കുറച്ച് നീക്കിയപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ എന്ത് കച്ചറയായിരുന്നു. നൂല് കുറേ ഞാനൊരു 5-6 മാസമായി ക്ലീൻ ചെയ്തിട്ട്. അതുകൊണ്ട് നൂലിൻ്റെ ഇതെല്ലാം ചെറുങ്ങനെ നൂലിൻ്റെ ഇത് പോയിട്ട് ഒരു പഞ്ഞിക്കട്ട പോലെ, നൂലിൻ്റെ അഴുക്ക് ഒരു പഞ്ഞിക്കട്ട പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ ബ്രഷ് വാങ്ങിച്ചുകൊണ്ട് വളരെ ഉപകാരം. അതെല്ലാം അതിൻ്റെ ഉള്ളിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം മെഷീൻ്റെ താഴ്ഭാഗം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ, അത് തുറന്നപ്പോഴത്തേക്കും കണ്ടോ എത്രയാ കച്ചറ, മാറാല പിടിച്ച പോലെയും ഉണ്ട്. പിന്നെ കച്ചറ എന്ന് വെച്ചാൽ ഈ നൂലിൻ്റെ ഇതിങ്ങനെ കുറച്ചായിട്ട് കട്ട പിടിച്ച പോലെ ആയിട്ടുണ്ടായിരുന്നു. ബോബിൻ കേസിൻ്റെ അവിടെ നൂല് കട്ട പിടിച്ച് നിന്നുകൊണ്ടാണ് നൂല് ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പം ഭയങ്കര ടൈറ്റ് പോലെയും പിന്നെ നൂലിടക്കിടക്കെ പൊട്ടിക്കൊണ്ടിരുന്നതും ബോബിൻ കേസിൻ്റെ അവിടെ നൂല് കട്ടയായിട്ട് പിടിച്ചുകൊണ്ടാണ് എനിക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് ബോബിൻ കേസിൻ്റെ അവിടെ തിരിച്ച് ക്ലീൻ ആക്കുന്നത്. കാരണം ചെറിയ നൂലിൻ്റെ ഒരു തരി കഷ്ണം മതി അവിടെ കംപ്ലൈൻ്റ് ആവാൻ, നൂല് വലിയുക, നൂല് പൊട്ടുക, അങ്ങനത്തെ പരിപാടി ഉണ്ടാവാൻ വേണ്ടി. അതുകൊണ്ട് അവിടെയെല്ലാം അങ്ങനെ ക്ലീൻ ആക്കി. പിന്നെ ബാക്കി ഭാഗത്തൊക്കെ കുറേ കാലം ഒരു 5-6 മാസം ആയതുകൊണ്ട് മറാല പോലത്തെ ഈ നൂലിൻ്റെ ഇത് തന്നെ വലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ മെഷീൻ ഇങ്ങനെ വെക്കുന്നതിൻ്റെ സൈഡെല്ലാം ഭയങ്കര പൊടിയായിരുന്നു. ഇങ്ങനെ കുഞ്ഞു പൊടി പോലത്തെ എല്ലാം പൊടി. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കുമ്പോൾ കണ്ടില്ലേ എത്രയാന്ന് കട്ട പോലെയാണ്, പഞ്ഞിക്കട്ട പോലെയാണ് അതിൻ്റെ കച്ചറ എടുത്തത്. പിന്നെ അതിൻ്റെ ഉള്ളിലെല്ലാം കുറച്ച് പിന്നെ ഓയിൽ ഇങ്ങനെ നല്ലോണം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഓയിലിൻ്റെ ഇത് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് തുണീനെ കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബ്രഷ് നല്ലോണം നനഞ്ഞിട്ട് ഇങ്ങനെ ഒട്ടിയ പോലെ ഉണ്ട്. അതുകൊണ്ട് തുണീനെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ക്ലീൻ ചെയ്തെടുത്തു. അതിനുശേഷം മെഷീൻ്റെ താഴ്വശമായിരുന്നു ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നത്. വീലിൻ്റെ അവിടെയെല്ലാം വല്ലാണ്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീലിൻ്റെ അവിടെയും പിന്നെ നമ്മൾ ചവിട്ടുന്ന അവിടെയും മെറിറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അവിടെയെല്ലാം വല്ലാണ്ട് ഇങ്ങനെ പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സൈഡെല്ലാം വീലെല്ലാം തിരിച്ച് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. ഫൈനലി അങ്ങനെ മെഷീൻ്റെ മേലഭാഗവും താഴ്ഭാഗവും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഉൾഭാഗത്തെല്ലാം ഓയിലിൻ്റെ ഇതുണ്ടായിരുന്നു, അതെല്ലാം തുടച്ചെടുത്തു. ഇനി മേൽഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ടുള്ള കച്ചറയാണ് ഈ കാണുന്നത്. ഇത്രയും മേൽഭാഗത്തെ മാത്രമാണ് കേട്ടോ തുടച്ചിട്ട് വൃത്തിയാക്കി എടുത്തത്. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് മെഷീൻ പഴയ പോലെ തന്നെ താഴ്ത്തി വെച്ചു. എന്നിട്ട് പ്രഷർ ഫ്ലൂട്ടിൻ്റെ ഭാഗമെല്ലാം അതേപോലെ തന്നെ തിരിച്ച് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെയാണ് അധികം ഇതൊക്കെ ചെയ്യാറ്. ഇതെല്ലാം സ്വയം തന്നെ ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അങ്ങനെ പ്രഷർ ഫ്ലൂട്ടെല്ലാം തുടച്ച് ഓയിലുണ്ടായിരുന്നു, അതെല്ലാം തുടച്ച് തിരിച്ച് അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യാണ്. ഒന്ന് അനക്കി നോക്കുകയൊക്കെ ചെയ്യണം. അതിനുശേഷം മെഷീൻ്റെ സൈഡ് ഭാഗത്തെ പ്ലേറ്റ് തുടച്ചിട്ട് പഴയ പോലെ തന്നെ സ്ക്രൂ എല്ലാം വെച്ച് ടൈറ്റാക്കി കൊടുക്കുന്നുണ്ട് 2 ഭാഗത്തും. കുറച്ച് നല്ലോണം ടൈറ്റാക്കി കൊടുത്താൽ ചിലപ്പം സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും വിളകി വന്നാലോ, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ടൈറ്റാക്കി കൊടുത്തത് അനക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുൾ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഓയിൽ ഉറ്റിച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും നല്ല പോലെ ഓയിൽ ഉറ്റിച്ച് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലീനിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. പിന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ, മെഷീനുള്ളവർ ഇങ്ങനെയൊക്കെയാണോ ക്ലീൻ ചെയ്യാറ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അല്ലാത്തവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.